ഹരേ കൃഷ്ണ. കിഷ്കിന്ധാ കാണ്ഡമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 2 വീഡിയോയാണ് ഇട്ടിരുന്നത്. ആ 2 വീഡിയോയും എല്ലാവരും കാണണം. ഇന്നലെ ഇട്ട 2 വീഡിയോയും കാണണം. ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. നമ്പർ ഇട്ടിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ രാമായണം എന്ന് പറയുന്ന പ്രത്യേകം ഒരു ഫോൾഡർ പ്ലേലിസ്റ്റിൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിനകത്ത് ഓർഡർ അനുസരിച്ചിട്ട് ഇട്ടിട്ടുമുണ്ട്. എല്ലാ കഥകളും എല്ലാവരും കേൾക്കണം. ഹരേ കൃഷ്ണ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ തൻ്റെ മിത്രമായ സുഗ്രീവന് കൊടുത്ത വാക്ക് പാലിച്ചു. ബാലിയെ വധിച്ചു. സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്തു. പക്ഷേ സുഗ്രീവൻ ശ്രീരാമനോട് പറഞ്ഞ വാക്ക് മറന്നുപോയതുപോലെയാണ് പിന്നീട് അങ്ങോട്ട് പ്രവർത്തിച്ചത്. ഭാര്യമാരോടൊത്ത് രാജ്യസുഖം ആസ്വദിച്ച് കഴിഞ്ഞു. ആ സമയത്ത് ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നുണ്ട്, സുഗ്രീവന് നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ നമ്മുടെ കാര്യത്തിൽ സുഗ്രീവൻ എന്തോ ഒരു താല്പര്യക്കുറവ്, ഒരു വിളംബം കാണിക്കുന്നു. ഞാൻ എന്തായാലും കിഷ്കിന്ധയിൽ പോയിട്ട് വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രീരാമനോട് അനുവാദവും വാങ്ങി ലക്ഷ്മണൻ കിഷ്കിന്ധയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഹനുമാൻ എപ്പോഴും സുഗ്രീവനോട് പറയുന്നുണ്ട്, നമ്മൾ ശ്രീരാമചന്ദ്രന് കൊടുത്ത വാക്ക് തീർച്ചയായിട്ടും പാലിക്കണം. സത്യവാന്മാരായ മനുഷ്യർ വാഗ്ദാനങ്ങൾ പാലിക്കും. അച്ഛൻ്റെ സത്യത്തെ സംരക്ഷിക്കാനാണ് രാമൻ വനത്തിൽ വന്നത്. സത്യപാലനത്തിന് വന്ന രാമൻ്റെ ബാണമേറ്റ് ബാലി മരിച്ചതുകൊണ്ടാണ് ആശ്രിതർക്ക് കുടയും ചെങ്കോലും കിട്ടിയത്. അതുകൊണ്ടാണ് അങ്ങ് രാജ്യം ഭരിക്കുന്നത്. രാമൻ്റെ ബാണമേറ്റ് 14 ലക്ഷം അസുരന്മാരാണ് മരിച്ചത്. ആ രാമൻ അസാമാന്യക്കാരനാണെന്ന് വിചാരിക്കുന്നുണ്ടോ? സുഖലോലുപത വെടിയൂ, രാമനെ ഭജിക്കൂ, രക്ഷ കിട്ടും. രഘുനാഥനല്ലാതെ രക്ഷയ്ക്ക് മറ്റൊരു മാർഗവും ഇല്ല. ഈ വിധം ഹനുമാൻ സുഗ്രീവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മണൻ സുഗ്രീവനെ കാണാൻ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം സുഗ്രീവൻ അറിയുന്നത്. ഹനുമാന്റെ വാക്കുകൾ കേട്ടു സുഗ്രീവൻ സന്തോഷത്തോടുകൂടി ലക്ഷ്മണനെ കൂട്ടിക്കൊണ്ടുവരാൻ നിർദ്ദേശം കൊടുക്കുന്നു. ലക്ഷ്മണൻ അകത്തേക്ക് വന്നു. ഇന്ദ്രപുരിക്ക് തുല്യമായ ദിവ്യനഗരം. വാനര നാരികളെ കണ്ടാൽ ദേവനാരികൾ പോലും ലജ്ജിച്ചു പോകും. 4 വശത്തും ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ മണിമാളികകൾ കണ്ടുകണ്ട് ലക്ഷ്മണൻ അന്തഃപുരത്തിൽ കടന്നു. ലക്ഷ്മണൻ വളരെ കോപിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ലക്ഷ്മണന്റെ കോപം കണ്ട് വാനരന്മാർ ഭയന്നു. ലക്ഷ്മണനെ കണ്ട് സുഗ്രീവൻ സംഭ്രമത്തോടെ എഴുന്നേറ്റു. വലതുവശത്ത് താരയും ഇടതുവശത്ത് ഉമയും എഴുന്നേറ്റു നിന്നു. 2 പേരും കൂപ്പുകൈകളോടെ ലക്ഷ്മണനെ സ്തുതിച്ചു. ശ്രേഷ്ഠമായ പീഠത്തിലേക്ക് ക്ഷണിച്ചു. കുപിതനായ ലക്ഷ്മണൻ പക്ഷേ പീഠത്തിൽ ഇരുന്നില്ല. കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടെ പറഞ്ഞു, നീ അഗ്നിസാക്ഷിയായി സത്യം ചെയ്തു. സാമർഥ്യത്തോടെ സ്വന്തം കാര്യമൊക്കെ നേടി. രാപകൽ ഭേദമില്ലാതെ ഞങ്ങൾ 2 സഹോദരന്മാർ വനത്തിൽ ക്ലേശങ്ങൾ സഹിക്കുന്നു. നീ ഒരിക്കൽ പോലും ആ വാസ്തവം ചിന്തിക്കാതെ രാപകൽ മത്തനായി സുഖിക്കുന്നു. എന്താണ് വാസ്തവം? ആരുടെ ഗുണം നിമിത്തമാണ് കിഷ്കിന്ധാ നഗരി കിട്ടിയത്? ആരുടെ ഗുണം നിമിത്തമാണ് താരയെ കിട്ടിയത്? ആരുടെ ഗുണം കൊണ്ടാണ് സ്വന്തം പത്നി ഉമയെ തിരിച്ചു കിട്ടിയത്? ആരുടെ പ്രസാദത്തിലാണ് രാജാധികാരം കിട്ടിയത്? ഹേ നിഷ്ഠൂര, രാമനോട് ചെയ്ത സത്യം സ്വന്തം കാര്യം നേടിക്കഴിഞ്ഞ് നീ വിസ്മരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ലക്ഷ്മണൻ സുഗ്രീവനെ ശകാരിക്കുന്നു. ഇത് കേട്ടിട്ട് ദുഃഖിതയായ താരാറാണി ലക്ഷ്മണൻ്റെ കാലു പിടിച്ച് മൃദുവാക്കുകൾ പറഞ്ഞു. ജ്യേഷ്ഠൻ്റെ മിത്രമെന്ന നിലയ്ക്ക് മാനിക്കപ്പെടേണ്ട ഒരാളെ ജ്യേഷ്ഠനെ പോലെ കണക്കാക്കണം. സുഗ്രീവൻ രാമൻ്റെ മിത്രമായി എന്നത് ലോകപ്രസിദ്ധമല്ലേ? അതുകൊണ്ട് ഇങ്ങനെ നിന്ദിച്ചു പറയല്ലേ. രാജപുത്ര, ക്ഷമിക്കൂ. വികാരം കൊണ്ട് ഇളകാതിരിക്കുക. കവിവീരന്മാരെല്ലാം ചേർന്ന് രാമകാര്യം നിർവഹിക്കും. ദൂരദേശങ്ങളിലും സാഗരതീരങ്ങളിലും പർവ്വത പ്രാന്തങ്ങളിലും എവിടെയൊക്കെ ചാരന്മാരുണ്ടോ അവരോടെല്ലാം പറഞ്ഞിട്ട് വരാം. കുമാര, ദയവായി കോപം വെടിയൂ. എന്നിട്ടും ലക്ഷ്മണന്റെ കോപം ശമിച്ചില്ല. താര വളരെ പണിപ്പെട്ട് ലക്ഷ്മണനെ സ്വർണപീഠത്തിൽ ഇരുത്തി. വീണ്ടും വീണ്ടും വിനയവാക്യങ്ങൾ കൊണ്ട് ലക്ഷ്മണനെ ശാന്തനാക്കി. സുഗ്രീവൻ കഴുത്തിൽ അണിഞ്ഞിരുന്ന സുഗന്ധമുള്ള പൂമാല അഴിച്ച് താഴെയിട്ടു.
സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് കൈകൂപ്പിക്കൊണ്ട് ലക്ഷ്മണനെ സ്തുതിച്ചു. എന്നിട്ട് പറഞ്ഞു, രാമൻ്റെ പ്രസാദം കൊണ്ടാണ് രാജ്യം കിട്ടിയത്. അവിടുത്തെ പ്രസാദം കൊണ്ടാണ് സമ്പത്ത് വർദ്ധിച്ചത്. ആ രഘുനാഥൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്. ശ്രീരാമനോടുള്ള കടം വീട്ടാൻ ആർക്കാണ് ശക്തിയുള്ളത്? സീതയെ ശ്രീരാമൻ സ്വന്തം ശക്തി കൊണ്ട് വീണ്ടെടുക്കും. ഞാൻ അദ്ദേഹത്തെ സേവിച്ചുകൊണ്ട് കൂടെ ഉണ്ടാകും. രാമകാര്യം നിർവഹിക്കാതെ ഭവനത്തിൽ കഴിഞ്ഞ വാനരജാതിയുടെ തെറ്റ് അങ്ങ് പൊറുക്കണം. വാനരനായ ഞാൻ ചെയ്ത തെറ്റ് സേവകവത്സലനായ ശ്രീരാമൻ ക്ഷമിക്കും. ഇത്രയും കേട്ടപ്പോൾ ലക്ഷ്മണൻ ശാന്തനായി. സുഗ്രീവ, രാമകാര്യം ചെയ്യുമ്പോൾ പുണ്യം ആർജിക്കാം. രാമകാര്യം ചെയ്യുന്ന ആൾക്ക് മല പോലെ വിജയമുണ്ടാകും. ചെയ്യാതിരുന്നാൽ ധർമ്മലോപമാകും, അധർമ്മ സഞ്ചയമാകും. സത്യവാദിയായി സത്യം പരിപാലിക്കുക. ഓർത്തു നോക്കൂ, നിങ്ങൾ രണ്ടുപേരും സത്യം ചെയ്തതാണ്. രാമൻ തൻ്റെ സത്യം പാലിച്ചു കഴിഞ്ഞു. നിങ്ങൾ സത്യത്താൽ ബദ്ധനായി. ധർമ്മലോപം സംഭവിച്ചിരിക്കുന്നു. രാമൻ വളരെ വേദനിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ കടുത്ത വാക്കുകൾ പറഞ്ഞത്. അത്രത്തോളം വേദനിക്കുന്നുണ്ട് എൻ്റെ ജ്യേഷ്ഠൻ. നിങ്ങളോട് ചീത്ത വാക്ക് പറയുന്നത് എനിക്കും ദുഷ്കീർത്തി ഉണ്ടാക്കും. കപീശ്വര, ക്ഷമിക്കൂ. ഞാൻ പരിഹാരം ചെയ്യും. നിങ്ങളോട് കയർത്ത് പറയുന്നത് ശിഷ്ടാചാരമല്ല. മാന്യരായവരോട് മാന്യമല്ലാത്ത വാക്കുകൾ പറയുന്നതും ഉചിതമല്ല. മാന്യന്മാരോട് ധർമ്മയുക്തമായി സംസാരിക്കണം. ധർമ്മം പാലിക്കുക, വിഹിതമായ കർമ്മം ചെയ്യുക. രാമകാര്യമനുഷ്ഠിക്കുമ്പോൾ എല്ലാ ഹിതങ്ങളും സാധിക്കും. അപാരമായ സാഗരം, ആരാണത് കടക്കുക? സാഗര മധ്യത്തിലാണ് ലങ്കാപുരി. ആരാണവിടെ പോവുക? പറഞ്ഞിട്ടെന്തു കാര്യം? അതിന് ഉപായമൊന്നും കാണുന്നില്ല. സുഗ്രീവരാജൻ, വരൂ, ശ്രീരാമസന്നിധിയിലേക്ക് പോകാം. കുറവുകൾ പരിഹരിച്ച് മിത്രകാര്യം നടത്തി ശ്രീരാമനെ കരുത്തനാക്കുക. രാവണനെ സംഹരിച്ച് സീതയെ മോചിപ്പിച്ച് രാമന് ഉപകാരം ചെയ്യുക. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഭാരം ആര് ഏറ്റെടുക്കും? പരാക്രമിയായ രാവണനെ വധിച്ച് അനന്തമായ യശസ് നേടുക. സുഗ്രീവൻ പറഞ്ഞു, ഹേ ഹനുമാൻ, വാനര സൈന്യത്തെ ഉടൻ വരുത്തുക. ഹിമാലയത്തിലും സുമേരുവിലും മന്ദരത്തിലും വിന്ധ്യാചലത്തിലും ഉദയപർവ്വതത്തിലും അസ്തമന പർവ്വതത്തിലുമുള്ള കവികളോടൊക്കെ ഉടൻ ഇവിടെ ഒത്തുചേരാൻ ഞാൻ ആജ്ഞാപിച്ചതായി വിളംബരം ചെയ്യുക. ദേശദേശാന്തരങ്ങളിലേക്ക് ദൂതന്മാരെ അയക്കുക. കൽപ്പനയനുസരിച്ച് വരാൻ ഏതെങ്കിലും വാനരൻ വൈകിയാൽ അവന് നല്ല അടി കൊടുത്തിട്ട് ഉച്ചിയിലെ രോമം പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവരിക. സുഗ്രീവന്റെ കോപം കണ്ട് വാനരന്മാർ വിറച്ചു. സൈന്യശേഖരണത്തിനായി ഹനുമാൻ നാനാദിക്കുകളിലേക്കും 30 കോടി വരുന്ന വാനരന്മാരെ അയച്ചു. വാനരഗണം ആകാശത്തിലും ഭൂമിയിലും നിറഞ്ഞു സഞ്ചരിച്ചു. ദേശദേശാന്തരങ്ങളിലേക്ക് തിരിച്ചു. നീലൻ എന്നു പേരുള്ളവൻ കിഴക്കോട്ട് പോയി. നളൻ എന്ന മഹാമതി പടിഞ്ഞാട്ട്, സമ്പാദി തെക്കേ ദിക്കിലേക്ക്, മഹാവീരനും പരാക്രമിയുമായ ഹനുമാൻ ഉത്തരദിക്കിലേക്കും പോയി. ഓരോരുത്തരുടെയും കൂടെ 10 ലക്ഷം വാനരന്മാർ. ഉറക്കെ ഉറക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ചു നീങ്ങി. അവരുടെ നെടുകയും കുറുകയുമുള്ള ചാട്ടത്തിൽ ഭൂമി ഇളകി. ആദികൂർമ്മവും അനന്തനാഗപതിയും ഭൂമിയെ ഉറപ്പിച്ചു നിർത്താൻ വിഷമിച്ചു. ബാലിപുത്രൻ ഇടയ്ക്കിടയ്ക്ക് ശാസിച്ചു, കവികളെ ആജ്ഞ അനുസരിച്ച് വന്നു ചേരുക. 10 ദിവസത്തിനകം എത്തിച്ചേരാത്തവർക്ക് കഠിന ശിക്ഷ ലഭിക്കും. ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ വേഗം പുറപ്പെട്ടു വരിക. എല്ലാവരെയും പറഞ്ഞയച്ചിട്ട് രാജാവിൻ്റെ കാവലിന് ബാലിപുത്രൻ മാത്രം നിന്നു. 10 കോടി വാനരന്മാർ പുറപ്പെട്ടു. ആരെ കിട്ടിയാലും കൊണ്ടുവരിക, മറ്റൊന്നും നോക്കണ്ട എന്നാണ് കൽപ്പന. 10 ദിവസത്തിനകം വാനരന്മാരൊക്കെ വന്നു ചേർന്നു. കിഷ്കിന്ധയിൽ വലിയ കോലാഹലമായി. ആകാശവും ഭൂമിയും വിറച്ചു. വന്നവരൊക്കെ സുഗ്രീവന് പുഷ്പങ്ങളും ഫലങ്ങളും സമ്മാനിച്ചു. സൈന്യത്തെ കണ്ട് സുഗ്രീവൻ വിചാരിച്ചു, കാര്യം സാധിക്കുമെന്ന് തോന്നുന്നു. സൈന്യം മുഴുവൻ കിഷ്കിന്ധയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഭയങ്കരമായ അസംഖ്യം വാനരന്മാർ. സൈന്യമൊക്കെ എത്തിച്ചേർന്നു. സുഗ്രീവൻ മിത്രസംഭാഷണത്തിന് പുറപ്പെടാൻ തീരുമാനിച്ചു. ലക്ഷ്മണനോട് പറഞ്ഞു, വിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ്റെ
സോദര, അങ്ങ് പല്ലക്കിൽ കയറിയാലും എങ്കിലേ ഞാൻ പല്ലക്കിൽ കയറുകയുള്ളൂ. ഏറ്റവും വേഗം ശ്രീരാമനെ ചെന്നു കാണാം. പല്ലക്കിൽ കയറൂ, എൻ്റെ ഒരു അപേക്ഷയാണ്. ശ്രീരാമ ലക്ഷ്മണന്മാരുടെ മനസ്സ് ഒന്നിച്ചിരിക്കുന്നത് പോലെ സുഗ്രീവനും ലക്ഷ്മണനും പല്ലക്കിൽ കയറി. ദാസന്മാർ ചാമരം വീശി. 5 ശബ്ദമുള്ള വാദ്യങ്ങളും ശംഖധ്വനിയും മുഴങ്ങി. മഹാ ഉത്സവം എന്നതുപോലെ കോലാഹലത്തോടെ മുമ്പോട്ട് നീങ്ങി. വാനരന്മാരുടെ കോലാഹലം കേട്ട് രഘുപതി വിചാരിച്ചു, സുഗ്രീവൻ തന്നോട് സംഭാഷണത്തിനായി വരുന്നുണ്ട്. മഹാവീരനായ മിത്രവുമായുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി രാമൻ വീണ്ടും വീണ്ടും ആലോചിച്ചു. സുഗ്രീവനും ലക്ഷ്മണനും പല്ലക്കിൽ നിന്നിറങ്ങി. സുഗ്രീവൻ രാമനെ നമസ്കരിച്ചു. രാമൻ സുഗ്രീവനെ ആലിംഗനം ചെയ്തു. സുഗ്രീവൻ ഇരിക്കാൻ അടുത്തു തന്നെ ദിവ്യമായ ആസനം നൽകി. രാമൻ മംഗളവിശേഷങ്ങൾ ചോദിച്ചു. സുഗ്രീവൻ വിനയപൂർവ്വം അതിനെല്ലാം ഉത്തരവും നൽകി. അവിടുന്ന് എൻ്റെ എല്ലാ ആപത്തുകളും നീക്കി. അങ്ങയുടെ പ്രസാദത്താൽ എല്ലാ സുഖങ്ങളും നേടി. ബാലിയെ വധിച്ച് എനിക്ക് രാജ്യഭാരം നൽകി. അങ്ങയോട് എനിക്കുള്ള കടമയും കടപ്പാടും സത്യത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ പ്രസാദത്തിലാണ് രാജ്യവും കബീവരന്മാരുടെ മേലുള്ള രാജാധികാരവും എനിക്ക് ലഭിച്ചിട്ടുള്ളത്. സീതയെ അവിടുന്ന് സ്വന്തം ശക്തിയാൽ തന്നെ വീണ്ടെടുക്കും. ഞങ്ങൾ സേവ ചെയ്തുകൊണ്ട് ആശ്രിതരായി കൂടെ നിൽക്കും. പൃഥ്വിയിൽ എത്ര വാനരന്മാരുണ്ടോ എല്ലാവരും പർവ്വത ശിഖരത്തിൽ എത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് വന്നു ചേർന്നിട്ടുള്ള വാനരന്മാരുടെ സംഖ്യ ഗണിക്കാൻ പറ്റുകയില്ല. ഇവരൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ ആർക്കാണത് ലംഘിക്കാൻ കഴിയുന്നത്? എത്രയെത്ര ജന്മങ്ങൾ ബ്രഹ്മാവ് തപസ് ചെയ്തു, എന്നിട്ടും അവിടുത്തെ പാദപത്മങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. ആ പാദപത്മങ്ങൾ നേരിട്ട് കണ്ട ഞാൻ അതീവ ഭാഗ്യവാനാണ്. ഈ വിധം സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. ശ്രീരാമൻ പറഞ്ഞു, സീതയെ തിരയാനായി നാനാദേശങ്ങളിലേക്കും വാനരന്മാരെ അയക്കുക. സീതയെ കണ്ടുപിടിച്ച് വീണ്ടെടുത്തു തന്നാൽ എന്നോട് ചെയ്ത സത്യം പൂർണ്ണമാകും. ഇതുകേട്ട് സുഗ്രീവൻ തൻ്റെ സൈന്യത്തെ വിഭജിക്കുകയും 4 ദിക്കുകളിലേക്ക് അയക്കുകയും ചെയ്തു. തെക്കാണ് രാവണൻ്റെ ലങ്ക എന്ന് സുഗ്രീവന് അറിയാം. അതുകൊണ്ട് അമിത ബലവാന്മാരായ 5 വാനരന്മാരെ തെക്കോട്ട് അയച്ചു. ബാലിപുത്രനായ അംഗദനും നന്ദിയും ജാംബവാനും സൈന്യത്തെ നയിച്ചു. പവനനന്ദനൻ ഹനുമാൻ, ശ്രേഷ്ഠനായ കുമുദൻ, യുദ്ധവിശാരദനായ രംഭൻ, നളൻ, നീലൻ എന്നിവർ മുഖ്യ സേനാപതിമാരായി. സുഗ്രീവൻ സൈന്യത്തോട് സാവധാനം പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കുവിൻ. സീതയെ തേടി നിങ്ങൾ തെക്കേ ദിക്കിലേക്ക് പോവുക. നദികളും തടാകങ്ങളും ദേശങ്ങളും പർവ്വതങ്ങളും എവിടെവിടെ ഉണ്ടോ അവിടൊക്കെ ചെന്ന് സീതയെ തേടണം. ഉത്തമ സ്ഥലങ്ങളിലും അധമ സ്ഥലങ്ങളിലും തേടണം. ഏതു തരത്തിലും സീതയെ കണ്ടെത്തണം. കൃഷ്ണവേണി, നർമ്മദ, ഗോദാവരി, കാവേരി തുടങ്ങിയ നദികൾ, അശ്വമുഖൻ, വിന്ധ്യൻ തുടങ്ങിയ 1000 ശിഖരങ്ങളുള്ള പർവ്വതങ്ങൾ, നാനാ ഫലമൂലങ്ങൾ നൽകുന്ന സരോവരങ്ങൾ, മലയപർവ്വതം, വംഗദേശം, സലിംഗദേശം, എല്ലായ്പ്പോഴും ദേവേന്ദ്രൻ വന്നിറങ്ങുന്ന മഹേന്ദ്രപർവ്വതം എന്നിവിടങ്ങളിലൊക്കെ തന്നെ സീതാദേവിയെ തേടണം. അതിനും തെക്കുവശം സാഗരമാണ്. ചന്ദനവനത്തിൻ്റെ സുഗന്ധം വഹിക്കുന്ന മന്ദമാരുതൻ സദാ വീശുന്നു. സുഗന്ധിയായ ചന്ദനവൃക്ഷങ്ങൾ അവിടെ കാണാം. കടൽ കടന്നു ചെന്നാൽ സ്വർണമയമായ ലങ്കാപുരിയിലെത്താം. സാഗരത്തിൽ മൈനാകപർവ്വതമുണ്ട്. വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന 1000 സ്വർണ്ണ ശിഖരങ്ങളിൽ 10 ദിക്കുകളിലും നിന്നും പ്രകാശം വന്നു തങ്ങുന്നു. പവനൻ്റെ മിത്രവും സൂര്യൻ്റെ സഖാവുമായ മൈനാകത്തെ ദർശിക്കുന്നവരുടെ പാപങ്ങൾ അപ്പോൾ തന്നെ തീരുന്നു. 12,000 ജീവികളെ ഒരേ സമയം നിഴൽ പിടിച്ചു നിർത്തി വിഴുങ്ങുന്ന ഭീകര രാക്ഷസി സിംഹികയും സാഗരത്തിലുണ്ട്. 200 യോജന നീളവും 70 യോജന വീതിയുമുള്ള അവളുടെ ശരീരം പകുതി വെള്ളത്തിലും പകുതി ജലത്തിനുമേൽ ആകാശത്തിലുമാണ്. വീരന്മാർ പക്ഷേ അവളെ കണ്ട് ഭയപ്പെടുകയില്ല. വാനരന്മാർ വളരെ ശ്രദ്ധിക്കണം. സാഗരം 100 യോജന ഒറ്റച്ചാട്ടത്തിന് കടന്നാൽ കുഴപ്പമില്ല.
കടലിന് അക്കരെയാണ് ലങ്കാനഗരവും രാവണനും. 4 വശവും സമുദ്രം, അതിനു നടുക്ക് ലങ്ക. ദേവന്മാർ ലങ്കാനഗരത്തിൽ വരികയില്ല. രാവണൻ സീതയെ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം. അതീവ യത്നം ചെയ്ത് ലങ്കയിൽ മുഴുവൻ സീതയെ തിരയണം. അവിടെ നിന്നും ഒരു തുമ്പും കിട്ടിയില്ലെങ്കിൽ വിന്ധ്യാഗിരിയിലെത്തണം. അവിടെയാണ് അഗസ്ത്യ ഭവനം. വിശ്വകർമാവ് നിർമ്മിച്ച അതിവിചിത്ര മന്ദിരമാണ് അത്. കപിഗണം വിന്ധ്യാശിഖരങ്ങളിലെല്ലാം സീതയെയും ലങ്കേശ്വരനെയും തിരയണം. അവിടെയും കണ്ടില്ലെങ്കിൽ ഋഷഭപർവ്വതത്തിൽ എത്തുക. വിന്ധ്യന് തെക്കാണ് 10 ദിക്കുകളിലും പ്രകാശം പരത്തുന്ന ഋഷഭപർവ്വതം. 5 സുവർണ കോട്ടകളുള്ള ഗന്ധർവ നഗരം. മറ്റാർക്കും അവിടെ പ്രവേശിക്കാൻ കഴിയുകയില്ല. വാനരന്മാർ ഭയപ്പെടേണ്ടതില്ല. ധനലോഭമുള്ളവർക്ക് മാത്രമേ ഗന്ധർവന്മാർ നിമിത്തം ആപത്തുണ്ടാവുകയുള്ളൂ. വാനരന്മാർ ഋഷഭപർവ്വതത്തിൻ്റെ ഓരോ ശിഖരത്തിലും ദുഷ്ടനായ രാവണനെ അന്വേഷിക്കണം. അവിടെ ആരോടും ഒരു ശത്രുതയും പാടില്ല. അവിടെയും കണ്ടില്ലെങ്കിൽ പിന്നെ തെക്കുദിക്കിൽ യമരാജധാനിയാണ്. അവിടെയാണ് അന്വേഷിക്കേണ്ടത്. ജീവനുള്ള ആർക്കും അവിടെ പ്രവേശനമില്ല. യമനഗരത്തിനപ്പുറം സൂര്യചന്ദ്രന്മാരുടെ പ്രഭയില്ല. അന്ധകാരമയം. രാത്രിയോ പകലോ ഇല്ല. അതിനാൽ യമപുരിയിൽ നിന്നും എല്ലാവരും തിരികെ പോരുക. അവിടെ വരെ പോയി അന്വേഷിച്ചു പോരാൻ 1 മാസമെങ്കിലും വേണ്ടിവരും. 1 മാസത്തിലധികം വൈകുന്നവർക്ക് സർവനാശമാണ് ഫലം. അവരെ വംശത്തോടെ വധിക്കും. സീതയെ സംബന്ധിച്ച വാർത്തയും കൊണ്ടുവരുന്നവരെയും അവരുടെ സ്വജനങ്ങളെയും ഉന്നത പദവിയിലേക്ക് ഉയർത്തും. ഹേ പവനനന്ദന, താങ്കളായിരിക്കും കാര്യം സിദ്ധിച്ചു വരുന്നതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അഗ്നിയും ജലവും പവനൻ്റെ വഴി തടയുകയില്ല. താങ്കൾ സീതയെ കാണും. താങ്കളുടെ പ്രസാദം കൊണ്ടായിരിക്കും ഞാൻ സത്യം പാലിക്കുക. ഈ വിധം സുഗ്രീവൻ ഹനുമാനോട് പറഞ്ഞു. അതിനുശേഷം സുഗ്രീവൻ രാമനോട് പറഞ്ഞു, സീതാദേവിക്ക് നൽകാനായി ഒരു അടയാളം ഹനുമാന് നൽകണം. ഹനുമാന് ദേവിയെ പരിചയമില്ല. വാനരനെ കണ്ട് ദേവി ഭയന്നാലോ? ശ്രീരാമൻ അതിനുത്തരമായി പറഞ്ഞു, സുഹൃത്തേ സുഗ്രീവ, എൻ്റെ അടയാളമായി ഞാനിതാ ഈ മോതിരം നൽകുന്നു. ഹനുമാൻ കൈനീട്ടി അങ്കുലീയം മേടിച്ചു. പക്ഷിക്കൂട്ടം പറന്നുയരുന്നത് പോലെ സുഗ്രീവന്റെ ആജ്ഞ അനുസരിച്ച് വാനര സൈന്യം ദക്ഷിണ ദിക്കിലേക്ക് കുതിച്ചുയർന്നു. നാനാദിക്കിലും വാനര സൈന്യം സീതയെ അന്വേഷിച്ചു. പക്ഷേ നിരാശ മാത്രമായിരുന്നു ഫലം. വിന്ധ്യാപർവ്വതത്തിലെ സമ്പാതി പക്ഷിരാജൻ ഗരുഡന്റെ പുത്രനാണ്. മുഖമുയർത്തി നോക്കിയ വാനരന്മാർ ഈ പക്ഷി തങ്ങളെയെല്ലാം കൊത്തിത്തിന്നുമെന്ന് വിചാരിച്ചു. അങ്കദൻ ഹനുമാനോടായി പറഞ്ഞു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. സീതയെ ഉദ്ദേശിച്ചാണ് നമ്മളെല്ലാം ഇവിടെ വന്നത്. സീതയെ ചൊല്ലിത്തന്നെ നാം എല്ലാം ഈ വിദേശത്ത് വെച്ച് പ്രാണൻ വെടിയും. ആരാണ് ശ്രീരാമകാര്യം ചെയ്യുന്നവൻ? സീതയെ ചൊല്ലിത്തന്നെയാണ് പക്ഷിരാജൻ ജടായു മരിച്ചത്. പടയിൽ പ്രാണൻ വെടിഞ്ഞു. ഗരുഡപുത്രൻ അനായാസം സ്വർഗത്തിലെത്തി. രാമൻ്റെ വനവാസം നിമിത്തം സീത അപഹരണം നടന്നു. സീത നിമിത്തം വിദേശത്ത് വെച്ചു തന്നെ നമ്മൾ വാനരന്മാരും മരിക്കുന്നു. സമ്പാതി ഇത് കേട്ടു. ആരാണ് ജടായുവിൻ്റെ മൃത്യുവിനെ പറ്റി പറയുന്നത്? എൻ്റെ സഹോദരൻ്റെ മരണമോ? ആരാണ് ഈ വിധം പറയുന്നത്? ചിറകില്ലാത്തതുകൊണ്ട് നിന്റെ അടുത്തേക്ക് പറന്നു വരാൻ എനിക്ക് കഴിയുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ജടായുവിൻ്റെ മരണത്തെപ്പറ്റി തന്നെയാണോ? എനിക്ക് വലിയ ദുഃഖം തോന്നുന്നു. എൻ്റെ സഹോദരനാണ്. ഈ വിധം പറഞ്ഞുകൊണ്ടേയിരുന്നു സമ്പാതി. വാനരന്മാർ അപ്പോൾ പറഞ്ഞു, പക്ഷി മഹാതന്ത്രശാലിയാണ്. നമ്മുടെ അടുത്ത് വന്ന് കൊത്തി വിഴുങ്ങാനുള്ള സൂത്രമാണ് ഇത് പറയുന്നത്. കേൾക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് ചെല്ലുമല്ലോ. വയസ്സായി പറന്നു ചെന്ന് ഇര തേടാൻ കഴിയില്ല. മുമ്പിൽ വന്നു കിട്ടിയതിനെ വിഴുങ്ങാമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ സൂത്രം പ്രയോഗിക്കുന്നത്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, സഹോദരന്മാരെ, മരണം ആർക്കും ഉണ്ടാകും. ഞാൻ ഈ വൃദ്ധപക്ഷിയോട് ചോദിക്കട്ടെ, എന്താണ് ഉദ്ദേശമെന്ന്. ഹനുമാൻ പറഞ്ഞത് കേട്ട് വാനരന്മാരെല്ലാവരും സമ്മതിച്ചു. ഹനുമാൻ ചെന്ന് പക്ഷിയെ കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷിരാജനെ വാനരസഭയിൽ ഇരുത്തി. അങ്കദൻ തൊഴുകയ്യോടെ പറഞ്ഞു,
ബാലി സുഗ്രീവന്മാർ രണ്ടുപേരും സഹോദരന്മാരായിരുന്നു. വളരെ കാലം തമ്മിൽ വഴക്കടിച്ചു. പിതാവിന്റെ സത്യം പാലിക്കാൻ ശ്രീരാമൻ വനത്തിൽ വന്നു. അദ്ദേഹത്തിന്റെ കൂടെ ലക്ഷ്മണനും സീതയും ഉണ്ടായിരുന്നു. ഒരു ദൗർഭാഗ്യകരമായ സമയത്ത് രാവണൻ സീതാദേവിയെ അപഹരിച്ചു. സീതാദേവിയെ തേടി നടക്കുമ്പോൾ സുഗ്രീവനുമായി കണ്ടുമുട്ടി. രണ്ടുപേരും പരസ്പരം തങ്ങളുടെ ദുഃഖകഥകൾ പറഞ്ഞു. അഗ്നിസാക്ഷിയായി സത്യം ചെയ്തു. പരസ്പരം ഉപകാരം ചെയ്യാൻ സമ്മതിച്ചു. രണ്ടുപേരും സത്യത്താൽ ബന്ധിതരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സീതയെ അന്വേഷിക്കുന്നത്. രാമൻ എൻ്റെ അച്ഛനെ വധിച്ചു, സത്യം പാലിച്ചു, ദുർജയ പ്രതാപനാക്കി സുഗ്രീവന് രാജ്യം നൽകി. ഞാൻ അതിൻ്റെ സാക്ഷിയാണ്. വനംതോറും അലയുന്നു. ഇപ്രകാരം അനവധി വാനരന്മാർ രാമകാര്യത്തിനായി സുഗ്രീവാജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. 1 മാസമാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. 1 മാസം കഴിഞ്ഞാൽ എന്തുണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രാവണൻ ശ്രീരാമന്റെ സീതയെ അപഹരിച്ചു. ഗരുഡനന്ദനായ ജടായു പർവ്വതത്തിലിരിക്കുമ്പോൾ സീതയുടെ വിലാപം കേട്ടു. രഥോപരി കൈകാലുകൾ അടിച്ച് കരയുകയായിരുന്നു ജാനകി. ശ്രീരാമ, ലക്ഷ്മണ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഉച്ചസ്വരത്തിൽ ജാനകി കരയുകയായിരുന്നു. പക്ഷി വിചാരിച്ചു, ഇവൻ ലങ്കയിലെ രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷി വൃദ്ധനായിരുന്നു. തൻ്റെ അവശതകൾ മറന്നുകൊണ്ട് പക്ഷി രാവണനെ ആക്രമിച്ചു. സീതാദേവിയെ രക്ഷിക്കാനായി ശ്രമിച്ചു. പക്ഷേ രാവണന്റെ മൂർച്ചയേറിയ ബാണങ്ങളാൽ പക്ഷിക്ക് മരണം സംഭവിച്ചു. ശ്രീരാമനോടും ലക്ഷ്മണനോടും ജടായു ഈ വിവരം പറഞ്ഞതിനു ശേഷമാണ് വൈകുണ്ഠത്തിലേക്ക് യാത്രയായത്. പക്ഷിരാജന്റെ ശവസംസ്കാര ക്രിയകളെല്ലാം യഥോചിതം രാമലക്ഷ്മണന്മാർ നടത്തുകയും ചെയ്തു. അങ്കദന്റെ വിവരണം കേട്ട് സമ്പാതി അനുജ അനുജ എന്ന് വാവിട്ട് കരഞ്ഞു. എൻ്റെ അനുജനെ കൊന്നോ? അവൻ്റെ അടുത്തേക്കൊന്ന് പോകാൻ പോലും എനിക്ക് ചിറകില്ലല്ലോ. ഞാൻ മനോദുഃഖം കൊണ്ട് മരിക്കും. വാനരന്മാരെ, ഞാൻ എൻ്റെ കഥ പറയാം. ജടായുവും സമ്പാതി എന്നു പേരായ ഞാനും സഹോദരന്മാരാണ്. മഹാബലവാന്മാരായ ഞങ്ങൾ ഗരുഡന്റെ സന്തതികളാണ്. ഒരിക്കൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അരുണോദയത്തിൽ ഞങ്ങൾ രണ്ടുപേരും സൂര്യനെ പിടിക്കാനായി പറന്നു. ബന്ധുക്കളൊക്കെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ 1,00,000 യോജന ഉയരത്തിലേക്ക് ചെന്നു. സൂര്യൻ ഉദിച്ചു. 2 നാഴിക ഉണർന്നു. 4 പാടും അഗ്നിമയം. സൂര്യ തേജസ് കൊണ്ട് 2 സഹോദരന്മാരും കത്തിപ്പോകും. ജടായു തളരുന്നത് കണ്ട് ഞാൻ ഉയർന്നു ചെന്ന് 2 ചിറകും കൊണ്ട് ജടായുവിനെ പൊത്തിപ്പിടിച്ചു. എൻ്റെ ചിറക് 2ഉം കരിഞ്ഞുപോയി. വിധി നിശ്ചയമനുസരിച്ച് ഞാൻ ഈ പർവ്വതത്തിൽ വന്നു വീണു. 7 ദിവസം പോലും വെള്ളം കുടിച്ചില്ല. അപ്പോൾ ഒരു മഹാജ്ഞാനി വന്നു ചേർന്നു. സിംഹം, വ്യാഘ്രം, മഹിഷം എന്നിവരൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. എൻ്റെ ശരീരം തീർത്തും ദുർബലം. ആ ജീവികൾ എന്നെ പിടിച്ചു തിന്നാനിടയുണ്ട്. അതുകൊണ്ട് ആ മഹാജ്ഞാനി എന്നെ രക്ഷിക്കാൻ എൻ്റെ അടുത്തേക്ക് വന്നു. മഹർഷി പറഞ്ഞു, ഒരു സമയത്ത് സീതയെ തേടി ചിലർ നിന്റെ അടുക്കൽ വരും. അവർക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ നിനക്ക് കഴിയും. അതുവരെ നീ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തുടരും. പക്ഷേ നിനക്കറിയാവുന്ന വിവരങ്ങൾ സീതയെ അന്വേഷിക്കുന്നവരെ അറിയിച്ചാൽ നിന്റെ പഴയ രൂപവും ശക്തിയും നിനക്ക് തിരികെ ലഭിക്കും. അതുവരെ ഇവിടെ തന്നെ തുടരുക. അത്രയും കാലം രാമനാമം ജപിച്ചിരിക്കുക. ഈ വിധം ആ മഹർഷി എന്നോട് പറഞ്ഞു. അത് കാത്ത് ഇത്രയും കാലം ഇവിടെ രാമനാമം ജപിച്ച് ഇരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ നിങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. എല്ലാം എൻ്റെ ഭാഗ്യം. ഇങ്ങനെ സമ്പാതി കുരങ്ങുകളോട് പറഞ്ഞു. വീണ്ടും സമ്പാതി പറഞ്ഞു, സീതയെ പറ്റിയുള്ള വിവരങ്ങൾ കേട്ടാലും പാപിഷ്ടനായ രാവണൻ സീതാദേവിയെയും കൊണ്ട് തെക്കോട്ട് പോയി. തെക്കോട്ട് നോക്കുമ്പോൾ അശോകവനത്തിൽ ചന്ദ്രമുഖിയായ സീതയെ എനിക്ക് കാണാം. പല നിറക്കാരായ രാക്ഷസികൾ സീതയ്ക്ക് കാവലുണ്ട്. 100 യോജന സാഗരം ഒറ്റച്ചാട്ടം കൊണ്ട് കടക്കണം. മഹാബലവാന്മാർ എല്ലാവരും ഒന്നിച്ച് ആലോചിച്ച് മറുകര ചെന്നാൽ സീതയെ കണ്ടിട്ടു പോകാം. സമ്പാതി ഈ വിധം പറയുന്നത് കേട്ട് വാനരന്മാർ തെക്കോട്ട് നോക്കി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാമനാമം ഉച്ചരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമ്പാദിക്ക് ചിറകുകൾ മുളച്ചു. ഹരേ കൃഷ്ണ. 10 യോജനയ്ക്കപ്പുറം വാനരന്മാർക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. നോട്ടത്തിൻ്റെ സൂക്ഷ്മത കൊണ്ട് ശ്വാസം മുട്ടിപ്പോയി. പക്ഷിരാജൻ അത് കണ്ട് ചിരിച്ചു. ബുദ്ധിയിൽ ബൃഹസ്പതിയായ ജാമ്പവാൻ എഴുന്നേറ്റു പറഞ്ഞു,
പക്ഷിരാജ 100 യോജന സാഗരം വാനരന്മാർ എങ്ങനെ കടക്കും? അനവധി കാലമായി കടൽ കാണുന്ന താങ്കൾ കടൽ തരണം ചെയ്യാനുള്ള ഉപദേശം കൂടി തരണം. സമ്പാദി പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണം. അപൂർവമായ ഒരു വിവരം ഞാൻ പറയുകയാണ്. സുഭാഷണൻ എന്ന എൻ്റെ പുത്രൻ ഹിമാലയത്തിലാണ്. എന്നും എന്നെ കാണാൻ വരും. എൻ്റെ കുടുംബമൊക്കെ ഹിമാലയത്തിലാണെങ്കിലും അവിടെ താമസിച്ചുകൊണ്ട് എൻ്റെ ആഹാരം ഏർപ്പാട് ചെയ്യും. എന്നും രാവിലെ ആഹാരവും കൊണ്ടുവരും. ഒരു ദിവസം സുഭാഷണൻ വരാൻ വൈകിപ്പോയി. വിശപ്പ് കൊണ്ട് വയറ് കത്തിക്കാളുന്നു. സുഭാഷൻ വന്നപ്പോൾ ഞാൻ ശകാരിച്ചു. വളരെ ധർമ്മതൽപരനാണ് എൻ്റെ മകൻ. അവൻ എന്നോടപ്പോൾ ഒരു വൃത്താന്തം പറഞ്ഞു. അച്ഛാ, ഒരിക്കൽ ആഹാരവും കൊണ്ട് ഞാൻ വരുമ്പോൾ രാവണൻ രഥത്തിൽ ഒരു നാരിയെയും കൊണ്ട് പോകുന്നു. കറുത്ത നിറമുള്ള രാവണൻ വെളുപ്പും ചുവപ്പും കലർന്ന ഗൗരവർണ്ണത്തിലുള്ള നാരി. രാമ, ലക്ഷ്മണ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രഥത്തോടു കൂടി അവനെ വിഴുങ്ങുമായിരുന്നു. പക്ഷേ സ്ത്രീവധം ആകുമല്ലോ എന്ന് വിചാരിച്ചു. അവൻ അങ്ങനെ രക്ഷപ്പെട്ടു. എൻ്റെ മകൻ പറഞ്ഞത് കേട്ടപ്പോൾ അത് രാമൻ്റെ സീതയാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എൻ്റെ മകൻ വരാറായി. അവൻ്റെ പുറത്ത് കയറി നിങ്ങൾക്ക് മറുകര എത്താം. ഒരു ചിറകടിക്ക് സമുദ്രം മുക്കാലും അവൻ തരണം ചെയ്യും. ധൈര്യമായി ഇരുന്നു കൊള്ളുക. ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കെ മഹാകായനായ സുഭാഷണൻ വന്നു ചേർന്നു. വാനരന്മാരെ എല്ലാവരെയും സുഭാഷണൻ കൊത്തി വിഴുങ്ങാൻ ഭാവിച്ചു. അപ്പോൾ അവരെല്ലാവരും പേടിച്ച് സമ്പാദിയുടെ ചിറകിനടിയിൽ ഒളിച്ചു. മകനെ, അവരെ സംഹരിക്കരുത്. പുറത്തു കയറ്റി കടലിനക്കരെ എത്തിക്കണം. ഇവർ എനിക്ക് വലിയ ഉപകാരം ചെയ്തു. പ്രത്യുപകാരം ചെയ്ത് ആ കടം വീട്ടാം. സുഭാഷണൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുപോലെയാകട്ടെ. വാനര നായകന്മാരെ എൻ്റെ പുറത്ത് കയറിക്കൊള്ളുക. അങ്കദൻ പറഞ്ഞു. മഹാവീര, സീതയെ തേടിയാണ് ഞങ്ങൾ സമുദ്രം കടക്കുന്നത്. ദേവതകളുടെ പുത്രന്മാരായ ഞങ്ങളും ദേവതകളുടെ അവതാരങ്ങളാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ഭാരമാകുന്നത് എന്തിന്? അപ്പോൾ സമ്പാദി പറഞ്ഞു. ഞാൻ രാമകാര്യം ചെയ്യുകയല്ലേ. രഘുപതിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ചിറകു മുളച്ചു. കാണാൻ വളരെ സുന്ദരമായ 2 ചിറകുകളും എനിക്ക് കിട്ടി. ഹരേ കൃഷ്ണ. വാനരന്മാരെല്ലാവരും ഒന്നിച്ച് ശ്രീരാമജയം പറഞ്ഞു. വാനരന്മാർക്ക് സന്തോഷമായി. രാമനാമസ്മരണത്താൽ ഞങ്ങൾ കടൽ കടന്നുകൊള്ളാം. വാനരന്മാരുമായി സംഭാഷണം ചെയ്ത ശേഷം സമ്പാദി സുഭാഷണനോടൊത്ത് വടക്കോട്ട് പറന്നു. അങ്കദനും സൈന്യവും ദക്ഷിണ സാഗരത്തെ ലക്ഷ്യമാക്കി നീങ്ങി. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇതോടുകൂടി കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് സുന്ദരകാന്ഡമാണ്. ആരും തന്നെ സുന്ദരകാന്ഡം കേൾക്കാതിരിക്കരുത്. കാരണം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സുന്ദരകാന്ഡം. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായും കേൾക്കണം. സുന്ദരകാന്ഡം മാത്രമല്ല, മുഴുവൻ കേൾക്കണം. രാമായണം പറയുന്നതും കേൾക്കുന്നതും അത് കീർത്തന രീതിയിൽ ചൊല്ലുന്നതുമൊക്കെ തന്നെ വലിയ വലിയ ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. പലപ്പോഴും പലർക്കും അത് ചൊല്ലാനായിട്ട് വിളക്ക് കത്തിച്ചു വെച്ചിരുന്ന് രാമായണം വായിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കഥാരൂപത്തിൽ പറയുന്നത്. ഈ വർഷം നമ്മൾ കഥ കേട്ട് കഴിയുമ്പോൾ അടുത്ത വർഷം നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഓർമ്മ വരും. പലർക്കും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്, പേരുകളും മറ്റും. കാരണം ധാരാളം പേരുകളാണ് രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ ഉള്ളത്. പലപ്പോഴും അത് നമുക്ക് ഓർമ്മ നിൽക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരുന്നാൽ ഈ കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കേൾക്കുന്നത് തന്നെ വലിയ പുണ്യമാണ്. അത്രത്തോളം പുണ്യമാണ്. കാരണം അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഭഗവാനും സീതാദേവിയും ലക്ഷ്മണനും അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകളും അദ്ദേഹത്തെ സഹായിച്ച ആളുകളും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് എല്ലാവരും തന്നെ രാമായണം കേൾക്കുക, വായിക്കുക. വായിക്കാൻ പറ്റുന്നവരെല്ലാവരും വായിക്കുക, അതല്ലാത്തവരൊക്കെ കേൾക്കുക. വായിക്കുന്നവരും കേൾക്കുക, നാമം ചൊല്ലുക, എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം. അതുപോലെ എല്ലാവർക്കും ഈ കഥകളൊക്കെ അയച്ചു കൊടുക്കണം. എല്ലാവരും കേൾക്കട്ടെ, നാമം ജപിക്കട്ടെ. ഹരേ കൃഷ്ണ.